ഗുഡ് മോർണിംഗ്. എല്ലാവരും കേൾക്കുന്നുണ്ടോ? Yes, sir. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് we left about discussion on cams and followers. Specifically, we were discussing about the different types of motion or characteristics of motion that are executed by the followers. So ആ ഫോളോവേഴ്സിന്റെ മോഷന് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ കൺസെപ്റ്റ്സ് റിഗാർഡിംഗ് ക്യാം ആൻഡ് ഫോളോവർ പ്ലസ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ക്യാം ആൻഡ് ഫോളോവേഴ്സ് ആണ്. ഓർമ്മയുണ്ട് എന്തെല്ലായിരുന്നു എന്നുള്ള? There were three general categorization of followers. First one എന്തായിരുന്നു? Based on nature of what were the classifications? എന്തൊക്കെയായിരുന്നു? Nature of motion of the fool. നേച്ചർ ഓഫ് മോഷൻ ആയിരുന്നു ആദ്യത്തേത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അതല്ലല്ലോ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താ? Surface contact. സർഫസ് കോണ്ടാക്ട് അല്ലേ? സർഫസ് കോണ്ടാക്ട് അല്ല, ഇഞ്ചർ കോണ്ടാക്ട് സർഫസ്. അത് അതിൽ ഏതൊക്കെയാ വരുന്നത്? 4 കാറ്റഗറൈസേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതെല്ലാം? Knife edge. ആ, Roller follower. ആ, Spherical. ആ, കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ. Flat follower. ഫ്ലാറ്റ് ഫോളോവർ അല്ല, ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. Space. ഓക്കേ, നെക്സ്റ്റ് കാറ്റഗറൈസേഷൻ പറ. അടുത്ത ക്ലാസിഫിക്കേഷൻ പറ. അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതാ? അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതാ? According to motion. ഇപ്പൊ ആൻസർ പറയുന്ന വ്യക്തി ആരാ? Sir. ആൻസർ പറയുന്ന വ്യക്തി ആരാ? Vaishak. ഓക്കെ, വൈശാഖ് എന്ന് അടുത്ത് പറ. Motion based. എന്ത് മോഷൻ? Reciprocating. Oscillating. അടുത്ത ക്ലാസിഫിക്കേഷൻ പറ, ഒന്നും കൂടി. Radial follower. Offset follower. റേഡിയൽ ഫോളോവർ.
Sorry, camera, radial cam, visual. റേഡിയൽ ക്യാം അല്ലേ? ഞാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവർ ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് PPT ക്ലാസ് എടുത്ത് Sorry, sorry. റെക്കോർഡ് ചെയ്ത വീഡിയോ യൂട്യൂബിൽ ഇട്ട് നോട്ട് ഫുൾ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് തന്നു, എന്നിട്ട് ഒരു ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. എന്തിനാണ് ഇത്? ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇനീഷ്യലി ഇതേ ഡിസ്കഷൻ നടത്തിയിരുന്നു. ഇന്നത്തെ ക്ലാസ് നടന്നത് എന്തുകൊണ്ടാണ്? ഇത് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഞാൻ ഈ വെറുതെ അല്ല ഓരോ ക്വസ്റ്റ്യൻ ഓരോ ടോപ്പിക് വരുമ്പോൾ ഇത് ഇത്ര മാർക്കിന് ചോദിക്കും, ഇത്ര മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടൂലേ? ഞാനത് സെൻഡ് ചെയ്ത് തരാം. ഇപ്പോഴല്ല, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. നിങ്ങളെ ഭാഗത്ത് എന്ത് വർക്കാണ് എടുക്കുന്നത്? ഇത്രയും ആൾക്കാർ ക്ലാസ്സിലുണ്ട്, ഒരാൾ പോലും ആൻസർ ചെയ്യുന്നില്ലല്ലോ. നീരജ് ഉണ്ടോ? നീരജ് ആൻസർ പറ. ഫസ്റ്റിലത്തെ ഓഫ്സെറ്റ് ഒന്ന്, പിന്നെ അതിന്റെ സെന്റർ. ഏതിന്റെ സെന്റർ? ഇതെല്ലാം പറയാൻ പഠിക്കണോ? വെറുതെ സെന്റർ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ഓഫ്സെറ്റ്, എന്ത് സെന്റർ? ഫോളോവറിന്റെ ക്യാമിന്റെ ഫോളോവറിന്റെയും ക്യാമിന്റെയും സെന്റർ അങ്ങനെയാണോ അതിൽ എഴുതിയിട്ടുള്ളത്? അത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രാങ്ക്ഷാഫ്റ്റിന് എന്തെന്ന്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രാങ്ക്ഷാഫ്റ്റോ? ഫോളോവർ ആക്സിസ് എന്നുള്ള ഞാനാ പറഞ്ഞേ. ഞാനാ പരീക്ഷ കൊണ്ട് എഴുതുന്ന ആക്സിസ്. നീ ക്യാംഷാഫ്റ്റിന്റെ ഇത് എന്നാണോ എഴുതി വെക്കുക? ക്യാംഷാഫ്റ്റിന്റെ ഇത്, ഫോളോവറിന്റെ അത്. ഇത് എക്സാമിനേഷൻ നോക്കുന്നതിൽ ഇങ്ങനെ അന്താളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും എല്ലാവരും. ക്യാംഷാഫ്റ്റിന്റെ ഇത്, ഫോളോവറിന്റെ അത്. എടോ, എന്തെങ്കിലും ഒന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മര്യാദയ്ക്ക് പഠിക്കണം, അല്ലെ പഠിക്കാൻ നിൽക്കരുത്. ഇതെന്താണ്? ആക്സിസ് ഓഫ് ദി ഫോളോവർ ആണ്. ഫോളോവറിന്റെ ആക്സിസ് ആണ്, വെർട്ടിക്കൽ ആക്സിസ്. ഇവിടെയാണ് ക്യാംഷാഫ്റ്റ് ഉണ്ടാകുക, ഇങ്ങനെ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഇതാണ് ക്യാംഷാഫ്റ്റിന്റെ ആക്സിസ്. ക്യാംഷാഫ്റ്റിന്റെ ആക്സിസും ഫോളോവറിന്റെ ആക്സിസും രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. സി, ഇത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇതിനാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് അല്ലാത്ത കേസ് എങ്ങനെയാണ്? ഇതാണ് ക്യാംഷാഫ്റ്റിന്റെ ആക്സിസ്. ഇവിടെ തന്നെയാണ് ഫോളോവർ വരുന്നുണ്ടെങ്കിൽ ഇത് ഓഫ്സെറ്റ് അല്ല. ഇതാണ് ആ രണ്ട് കേസ് വിത്ത് ഫിഗർ. അല്ലെ, ഫസ്റ്റ് ക്ലാസ്സിൽ ഫിഗറും നിങ്ങൾക്ക് ആനിമേഷനും ഇതൊക്കെ കാണിച്ചിട്ടല്ലേ ക്ലാസ് എടുത്തത്. ഒരു ചടങ്ങ് തീർക്കാൻ വരുന്ന പോലെ ഇവിടെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. അവനവന് വേണ്ടിയിട്ടാണ് പരീക്ഷയ്ക്ക് എഴുതണ്ടെന്ന് ചിന്തിച്ചിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ. ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ക്ലാസ്സിലൊന്നും ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
Yesterday we discussed about the first fundamental case of the nature of motion executed by the follower. അത് യൂണിഫോം വെലോസിറ്റിന്റെ കേസാണ്. ആ യൂണിഫോം വെലോസിറ്റിന്റെ കേസിൽ how the displacement of the follower occurs. Accordingly, how does its velocity curves be represented? And according to the nature of the velocity, how can we plot the acceleration of the cam? ഇതൊക്കെ നമ്മൾ കാണിച്ച ഫോർ വൺ സിംഗിൾ റൊട്ടേഷൻ ഓഫ് ക്യാം ആണ്. ക്യാം ഒരു സീറോ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി തിരിച്ച് അതേ പൊസിഷനിൽ എത്തുന്ന ഒരു സിംഗിൾ റൊട്ടേഷനിൽ ഫോളോവർ മുകളിൽ പോയി താഴെ വരുന്നതിനെ പറ്റിയാണ് വി ഹാഡ് ഡിസ്കസ്ഡ്. സോ ദ മോഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഫോളോവർ ഒക്കേഴ്സ് ഇൻ 4 സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ് ഡ്യൂറിംഗ് ദി ഔട്ട് സ്ട്രോക്ക് ഓഫ് ദ ക്യാം ആണ്. ക്യാമിന്റെ ഔട്ട് സ്ട്രോക്ക് അതിന് നമ്മൾ റൈസ് അല്ലെങ്കിൽ എസെന്റ് എന്ന് പറയും. And after the ascent, there is a fraction of time left for the follower to be rest. Adine dwell, first dwell period nu parayum. Now after the first dwell period, what happens to the cam rotation? Cam inde return stroke aanu. Tirichi original position like varuna stroke aanu. Allengil return stroke. So aa samayathu what happens to the follower? The follower falls down. Alle aa falling down na nammal descent nu parayum. And after the descent, pinna sambhavikkunna endha cam zero position etti again it should start from its initial position. So our രണ്ടാമത്തെ സൈക്കിളിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് മുന്നേ there is again a resting stage, complete static stage for the follower, which is known as the second dwell period. So rise, dwell, return അല്ലെങ്കിൽ descent പിന്നെ dwell, ഈ 4 സ്റ്റേജസിലൂടെയാണ് the displacement of the follower being. അതിൽ for the uniform velocity condition, we have plotted the curves for the displacement of follower, velocity of follower, and the acceleration of the follower. ഇതിൽ എന്താണ് x-axis represents cam rotation. For one single 360-degree rotation, cam rotation x-axis കാണിക്കുന്നത്. Axis കാണിക്കുന്നത്, ordinates കാണിക്കുന്നത് displacement, velocity, and acceleration. ഇന്നലെ വരച്ച same graph ആണ്. So what was the curve of the displacement? ആദ്യം during the outstroke ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, കാരണം പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണ്. നെക്സ്റ്റ് ഇറ്റ് ഹാസ് എ ഡ്വെൽ സ്റ്റേജ് വേർ ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് വേർ ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ്. സോ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഹൊറിസോണ്ടലിന് പാരലൽ ആയിട്ട്. അടുത്തത് റിട്ടേൺ സ്ട്രോക്ക് ആണ്, അഗെയിൻ പ്രൊപ്പോർഷണൽ കർവ് ആണ് കാണിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് നെക്സ്റ്റ് ഡ്വെൽ പീരീഡ്. ഇത്രയും സ്റ്റേജ് ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ if you mark the stages, this period is outstroke ആണ്, this is the dwell, and this is the return. അല്ലേ, ഈ പീരീഡ് തീറ്റ outstroke, ഇത് ഫസ്റ്റ് dwell, this is theta return stroke, this is second dwell. ഈ സ്റ്റേജസിലാണ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. Now if you extrapolate the same corresponding results to plotting velocity and acceleration, എങ്ങനെ ഉണ്ടായിരുന്നു? വെലോസിറ്റി ഫിഗർ എന്തായിരുന്നു? ഇനീഷ്യൽ, ഇത് 0 ആണ് കണ്ടീഷൻ, ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഇവിടെ നിന്ന് ഫസ്റ്റ് ഒരു അബ്രപ്റ്റ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി, then it remains constant, and ഡ്വെല്ലിലേക്ക് എത്തുമ്പോൾ it comes back to 0 again during the dwell period constant, then ഡ്വെല്ലിൽ നിന്ന് റിട്ടേൺ സ്ട്രോക്കിൽ വരുമ്പോൾ again abrupt increase, and during the return stroke it remains constant, then initial cam rotation തിരിച്ച് ഫസ്റ്റ് 0 initial പൊസിഷനിലേക്ക് എത്തുമ്പോൾ again abrupt decrease in the velocity, then it remains constant for the second dwell period. There the velocity curve ഉണ്ടായിരുന്നത്. And when we had discussed about acceleration, the plotting of acceleration, ഈ abrupt increase in velocity സംഭവിക്കണമെങ്കിൽ അവിടെ ഫസ്റ്റ് സ്റ്റേജിലെ acceleration should be what? Infinity. During the outstroke, during the motion of follower, acceleration 0 is കാരണം uniform velocity പോകുന്നത്. Velocity if it remains constant, there won't be any acceleration. അടുത്തതോ ഫസ്റ്റ് ഡെല്ലിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ അബ്രപ്റ്റ് ഡിക്രീസ് ഉണ്ടാവും വെലോസിറ്റി. അങ്ങനെ ഒരു വെലോസിറ്റി ഡിക്രിമെന്റ് വരണമെങ്കിൽ അവിടെ ആക്സിലറേഷൻ എന്തായിരിക്കണം? ആക്സിലറേഷൻ ഷുഡ് ബി മാക്സിമത്തിലേക്ക് പോകണം, ഇൻഫിനിറ്റിലേക്ക്. നെക്സ്റ്റ് അഗെയിൻ ആ ഡെൽ സ്റ്റേജിന്റെ ലാസ്റ്റ് വീണ്ടും ഇതിന് ഡിസ്പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം യൂണിഫോം വെലോസിറ്റിയിലേക്ക്. സോ ആ മിനിമം സ്റ്റേജിൽ നിന്ന് ഒറ്റയടിക്ക് വെലോസിറ്റിയിലേക്ക് എത്താൻ വേണ്ടി അഗെയിൻ the acceleration will be
the infinity, and towards the end of the first full rotation of cam, വീണ്ടും velocity should be decreased, so the acceleration maximum ആയിരിക്കും. These were the curves. So ഇതാണ് നമ്മളുടെ ideal curves when we plot the cam and follower mechanism with follower executing a uniform velocity. ഒരിക്കലും ഇതൊരു ഐഡിയൽ കേസാണ്. ആക്ച്വൽ കേസിൽ ഒരിക്കലും ഇങ്ങനെയല്ല. സീറോ പൊസിഷനിൽ നിന്ന് ഒരു ഒറ്റയടിക്ക് നമുക്ക് ഇപ്പൊ ഒരു 100 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഒരിക്കലും എത്തിക്കാൻ കഴിയില്ല. 100 meter per second എത്തണ്ടെങ്കിൽ it should cover a certain period of time. Let it be whatever may be the time, let it be so small, still it has to cover a certain period of time. അത് നമ്മൾ വണ്ടി ഓടിക്കുന്ന ആലോചിച്ചാണ്. നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് വണ്ടി മൂവ് ചെയ്തതും നമുക്ക് ഒറ്റയടിക്ക് 40 km/h സ്പീഡ് ഓഡോമീറ്ററിൽ 40 കാണിക്കുന്നതിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അവിടെ കവർ ദ സ്റ്റേജസ് അല്ലേ, 0 10 20 25 30 35 40 ആക്കുന്നത്. സോ 40 എത്തുമ്പോൾ ഞാൻ ഒരു സർട്ടൺ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു സ്റ്റീപ്പ് ഇൻക്രീസ് അല്ല, എത്ര ഫാസ്റ്റ് പോയാലും. ഇപ്പൊ ബുഗാട്ടിയിൽ എടുത്താൽ ഫാസ്റ്റസ്റ്റ് കാർസ് എടുത്താൽ പോലും 0 to 6 seconds ഒക്കെ എടുക്കും മാക്സിമം ഒരു വലിയ സ്പീഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ടൈം, 0 to 6 എന്ന ടൈം ഉണ്ട് അല്ലെ. അത് ഏത് കേസിൽ ആയാലും ബൈ നേച്ചർ അങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊരു ഫാൻ ഇട്ടിട്ട് ഇപ്പൊ ഞാൻ ഫാനിന്റെ സ്വിച്ച് ഇടുന്നു, ആ ഫാനിന്റെ സ്വിച്ച് റെഗുലേറ്റർ ഞാൻ അതിന്റെ 5th സ്പീഡ് മോഡിലേക്കാണ് വെച്ചിട്ടില്ലെന്ന് വിചാരിക്കാം. ഫാൻ സ്വിച്ച് ഇട്ടപ്പാട് 5th മോഡിലല്ല കറങ്ങുക, അതിന് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് 5th പെട്ടെന്ന് എത്തുകൊണ്ട് ചെയ്യാം, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എത്തുകൊണ്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഇറ്റ് കവേഴ്സ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. ആ ഒരു ടൈം ലാഗ് അവിടെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ദാറ്റ് ഈസ് ദ റിയൽ സിനാരിയോ. നമ്മൾ ഐഡിയലിസ്റ്റിക് കണ്ടീഷൻ ആയിട്ട് ഗ്രാഫ് വരയ്ക്കുന്നത്. സോ ബട്ട് ഇതെന്താ ഞാൻ ഇനി അടുത്ത പറയാമെന്ന് വെച്ചാൽ ദിസ് വാസ് ദി ഐഡിയൽ കണ്ടീഷൻ. ഇത് ഐഡിയൽ കണ്ടീഷനാണ്. ഐഡിയൽ കണ്ടീഷന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും റിയൽ കണ്ടീഷനിൽ. എന്തുകൊണ്ട് റിയൽ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഏതൊരു റെഫറൻസ് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും ആ റിയൽ കേസിന്റെ ഒരു സിനാരിയോ അവിടെ കാണിച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്. നമ്മൾ ഈ കാണുന്നത് റിയൽ ആയിട്ടല്ല, ഐഡിയൽ കേസ് അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി. ദിസ് ഇസ് ഐഡിയൽ സിനാരിയോ. ഇനി ആക്ച്വൽ കണ്ടീഷൻ എടുത്ത് നോക്കിയാൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ഈ വരക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ദാറ്റ് ഈസ് പറയുന്നത്? നമുക്ക് ഇതേപോലത്തെ നോട്ട് ചെയ്യാം. ഓർഡിനേറ്റ് കാണിക്കുന്ന ഇത് തന്നെ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻസ്. ഫസ്റ്റ് ഇത് ലെറ്റ് ബി ദ ഓർഡിനേറ്റ് is that show displacement, velocity and finally acceleration. ഇത് കാണിക്കുന്നതിന്റെ നീക്കുക. ഫസ്റ്റ് കേസിൽ എന്താ ഉണ്ടാവുക? ഫസ്റ്റ് ഔട്ട് സ്ട്രോക്കിന്റെ പീരീഡ് ആണ് അല്ലെ. ഔട്ട് സ്ട്രോക്കിന്റെ പീരീഡിൽ സ്റ്റീപ്പ് അതായത് പ്രൊപ്പോർഷണൽ കർവ് എന്ന് കാണിക്കുന്നത്. പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഇത്ര 1 ഡിഗ്രി ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്. അടുത്ത 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെയിം ഡിസ്പ്ലേസ്മെന്റ് എമൗണ്ട്. അതാണ് പ്രൊപ്പോർഷണാലിറ്റി കാണിക്കുന്നത്. ബട്ട് ഒരിക്കലും ഈ പ്രൊപ്പോർഷണാലിറ്റി ഇങ്ങനെയല്ല പോകുക. കാരണം ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ആ ഒരു എത്രയാണോ ഈ യൂണിഫോം വെലോസിറ്റിയുടെ വാല്യൂ, ആ വാല്യൂ എത്താനുള്ളൊരു ടൈം കവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സോ ആ ഒരു ടൈം കവർ ചെയ്യാൻ എടുക്കുന്ന സ്മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അല്ലെങ്കിൽ ആ കവറേജ് ടൈം അത് ഡെപിക്ട് ചെയ്യണം നമ്മൾ ആക്ച്വൽ ഗ്രാഫിൽ. ഈ ആക്ച്വൽ ഗ്രാഫ് നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വൽ ഗ്രാഫ് വരക്കാൻ പറ്റും. നിങ്ങളോട് ചോദിക്കും, ഇതുവരെ ചോദിച്ചിട്ടില്ല ആക്ച്വൽ കേഴ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ഐഡിയൽ കണ്ടീഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. സോ ആക്ച്വൽ കേസിലേക്ക് വരുമ്പോൾ നമുക്കൊരിക്കലും ഈ ഷാർപ്പ് കോർണേഴ്സ് ഈ കർവിൽ ഉണ്ടാവില്ല. കാരണം എന്താ? ആദ്യത്തെ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ 0 എന്ന് പറഞ്ഞ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ആ ഒരു സർട്ടൺ ഇൻക്രിമെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു കർവ് ഉണ്ടാവാണ്. ഒരു സ്മോൾ കർവ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല, ചെറിയ കർവാണ്. ചെറിയൊരു കർവ് ഉണ്ടാവും. ആ കർവിന് ശേഷമാണ് എന്തുണ്ടാവുക? ഇതാണ് ലെവലെങ്കിൽ ഈ ലെവലിലേക്കാണ് നമുക്ക് എത്തിക്കുന്നത്. ആ കർവിന് ശേഷം പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവും, പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈനിന് ശേഷം വീണ്ടും ഷാർപ്പ് കോർണർ ആയിരിക്കില്ല. കാരണം 12 സ്റ്റേജിലേക്ക് പോകുമ്പോൾ എഗെയിൻ ഒറ്റയടിക്കല്ലാതെ നിൽക്കുക. സോ ഷാർപ്പ് കോർണർ റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ കർവ്. പിന്നെ 12 സ്റ്റേജിൽ നിന്ന് വീണ്ടും ചെറിയൊരു കർവിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ പ്രൊപ്പോർഷണൽ ആയിട്ട് വരും,
ഈ പ്രൊപ്പോർഷനായിട്ട് വന്നിട്ട് ഫൈനലി വീണ്ടും ഒരു കർവിൽ എൻഡ് ചെയ്യും. ഒരു കർവ് സ്റ്റേജ് ഉണ്ട്, അത് പിന്നെ ഫൈനൽ ലെവലിലേക്ക് പോകും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി ആക്ച്വൽ സിനാരിയോ. നമ്മൾ ആക്ച്വൽ സിനാരിയോ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് എന്താ, നമുക്ക് ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു കവറേജ്, ഈ സ്പേസ് എന്ന് പറഞ്ഞ ഒരു കർവ് ആക്കുക. ഇത് സ്ട്രേറ്റ് ലൈൻ. വീണ്ടും ഇവിടത്തേക്ക് എത്തുന്നതിന് തന്നെ ഈ ഒരു സ്പെസിഫിക് പോർഷൻ ഉണ്ട്, ഈ പോർഷൻ വീണ്ടും ചെറിയൊരു കർവാണ്. ഈ ഷാർപ്പ് കോർണർ എന്ന് പറഞ്ഞാൽ അതും ഒരു കർവ്. കാരണം എന്താ, അവിടെയൊക്കെ വാല്യൂ ഡിഫറൻസ് വരുന്ന സമയത്ത് എടുക്കുന്ന ടൈം കവറേജ് ആണ്. അല്ലെങ്കിൽ സർട്ടൻ ഡിഗ്രി റൊട്ടേഷൻ അത് അങ്ങനെ പോകും. ക്യാമിന്റെ സർട്ടൻ ഡിഗ്രി റൊട്ടേഷൻ തീരുന്നവരെ അതിന്റെ വാല്യൂയിലേക്ക് എത്തിപ്പെടാൻ എടുക്കുന്ന ഒരു ടൈം, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആണ് നമ്മൾ ഈ കർവിൽ കാണിക്കുന്നത്. സോ ആക്ച്വൽ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? വെലോസിറ്റിന്റെ പ്ലോട്ടിംഗ് how will the velocity change? വെലോസിറ്റി ചേഞ്ച് ചെയ്ത് ഇത്രയുള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ പൊസിഷന്, ഈ ഒരു കർവ് കാണിക്കുന്നത് ഇനീഷ്യൽ പൊസിഷന് ഇത് എത്ര യൂണിഫോം വെലോസിറ്റി ഇപ്പോൾ 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ 100 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്താനുള്ള ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈം ആണ് അല്ലെ, ഫ്രാക്ഷൻ ഓഫ് ടൈം ടേക്കൺ ടു റീച്ച് ദാറ്റ് യൂണിഫോം. ഏതാണോ പർട്ടിക്കുലർ യൂണിഫോം വെലോസിറ്റി വാല്യൂ, ആ വാല്യൂയിലേക്ക് 0 എത്താനുള്ള ടൈമാണ്. സോ ആ ടൈം വെലോസിറ്റിയാണ് ഞാൻ പറയുന്നത്. വെലോസിറ്റി കർവ് എന്തായിരിക്കും, അത് പ്രൊപ്പോർഷണാലിറ്റി. നമുക്ക് ഇവിടെ 0 ആ മാക്സിമം 100 വാല്യൂയിലേക്ക് ഇൻഫിനിറ്റ് റൈസ്, അബ്രപ്റ്റ് ഇൻക്രീസ് ആണെന്നുണ്ടായത് ഒറ്റയടിക്കാൻ. അതിന് പകരം അത് സ്ലോ ഇൻക്രിമെന്റ് ആണ്. ബട്ട് വെൻ ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ഇസ് റീച്ച്, അവിടുന്ന് നമ്മളെ ഡ്വൽ സ്റ്റേജിലേക്ക് എത്തുന്നത് വരെയുള്ള ഔട്ട് സ്ട്രോക്കിന്റെ പീരീഡ് ഉണ്ടല്ലോ, ആ ഔട്ട് സ്ട്രോക്കിന്റെ പീരീഡ് യൂണിഫോം വെലോസിറ്റി യൂണിഫോം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, ചേഞ്ച് ഉണ്ടാവുന്നത്. അവിടെ കോൺസ്റ്റന്റ്. പിന്നെ എന്താ സംഭവിക്കുന്നത്, ഇതിങ്ങനെ ഔട്ട് സ്ട്രോക്കിൽ പോയി ഇത് മാക്സിമത്തിൽ ആ ഡ്വൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ, ഡ്വൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് അവസ്ഥയാണ്, അതായത് മോഷൻ ഇല്ല. സോ മോഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ 100 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ഒരു വെലോസിറ്റി അക്വയർ ചെയ്തൊരു സാധനം 0 വെലോസിറ്റിയിലേക്ക് എത്തണമെങ്കിൽ അഗെയിൻ ഒരു ടൈം ഫ്രെയിം എടുക്കും. അതാണ് ഈ കർവിൽ കാണിക്കുന്നത്. ആ ഡിസ്പ്ലേസ്മെന്റ് ഫേസ് ആണ് ഈ കർവിൽ കാണിക്കുന്നത്. ആ ഫേസിലേക്ക് വീണ്ടും നമുക്ക് എന്താണ്, അതായത് ഈ പോയിന്റിലേക്ക് ഇതിങ്ങനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത ഈ പോയിന്റിലേക്ക് എത്താൻ വേണ്ടി വീണ്ടും ഒരു പ്രൊപ്പോർഷൻ ആണ്, പ്രൊപ്പോർഷണൽ ഡിക്രീസ് ഉണ്ടാവും. ഡ്യൂറിംഗ് ദ ഡ്വൽ സ്റ്റേജ് ഇത് റെസ്റ്റിലാണ്. സോ ദർ ഇസ് നോ വെലോസിറ്റി. വീണ്ടും ഈ സ്റ്റേജസ് ഇത് ഇവിടെ ഇങ്ങനെയാണ്, ഈ രണ്ട് സ്പേസ് ഒക്കെ. അവിടുന്ന് റെസ്റ്റിൽ നിന്ന് റിട്ടേൺ സ്ട്രോക്കിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാക്കുക. കാരണം വീണ്ടും 0 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ക്യാം തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോവറിന് താഴേക്ക് വരണം. താഴേക്ക് വരുമ്പോൾ അക്വയറിന്റെ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. സോ 0 മീറ്റർ പെർ സെക്കൻഡ് ടു റീച്ച് 100 മീറ്റർ പെർ സെക്കൻഡ് ദർ ഷുഡ് ബി എ സർട്ടൻ ടൈം ലാഗ്. ആ ടൈം ലാഗിലുള്ള പ്രൊപ്പോർഷൻ ചെയ്യാൻ ഡ്യൂറിംഗ് ദ റിട്ടേൺ സ്ട്രോക്ക്. അതായത് ഈ ഡിസ്പ്ലേസ്മെന്റ്, ഈ സ്ട്രെയിറ്റ് ലൈൻ കാണിച്ച ഡിസ്പ്ലേസ്മെന്റ് സമയത്ത് വെലോസിറ്റി റിമെയിൻസ് അഗൈൻ കോൺസ്റ്റന്റ്. അവിടെ കോൺസ്റ്റന്റ് ആണ്. പിന്നെയുള്ള ഈ സ്റ്റേജ് ആണ്, ആ സ്റ്റേജ് വരെ അത് കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഫൈനൽ ഡെല്ലിലേക്ക് എത്തുന്ന ഈ സ്റ്റേജിലേക്ക് വീണ്ടും പ്രൊപ്പോർഷണൽ ആണ്. ലാസ്റ്റ് സ്റ്റേജ്. ദിസ് ഈസ് ദി ആക്ച്വൽ കേസ് ഇഫ് യു പ്ലോട്ട് ദ വെലോസിറ്റി കർവ്. മനസ്സിലാവുന്നുണ്ടോ? ഈ അർത്ഥം മനസ്സിലായോ? Then if we look up the acceleration curve, ഈ ഡിഫറൻസ് വളരെ എവിഡന്റ് ആയിട്ട് കാണും. കാരണം ഇവിടെ 0 വാല്യൂ 100 മീറ്റർ പെർ സെക്കൻഡിൽ വെലോസിറ്റി എത്തുന്നെങ്കിൽ അവിടെ കൊടുക്കേണ്ട ആക്സിലറേഷൻ ഇൻഫിനിറ്റ് ആണ് അല്ലെ. ആ ഇൻഫിനിറ്റ് ആക്സിലറേഷന്റെ രണ്ട് കർവും വരുന്നത് ഈ സ്റ്റേജിലുണ്ടാവുക. 0 നിന്ന് ഇങ്ങോട്ടേക്കും പിന്നെ ഇവിടെയും ഈ രണ്ട് കേസിലുണ്ടാവും. ഇതിങ്ങനെയല്ലേ താഴേക്ക്. കാരണം എന്താ, നമ്മൾ 0 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 100ലേക്ക് എത്താൻ ആദ്യം ഒരു ഫുൾ ആക്സിലറേഷൻ കൊടുക്കും. 100ൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഞാൻ ആക്സിലറേറ്ററിന് കാലെടുക്കും. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ അവിടെ എന്താ ചെയ്യാം, ആക്സിലറേഷൻ അബ്രപ്റ്റ് ആയിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് ഒരു ഒറ്റയടിക്ക് കുറയണം. ഈ രണ്ട് കർവ് ഈ സ്റ്റേജിൽ. അടുത്ത സ്റ്റേജിൽ ഇതേപോലെ തന്നെ ആയിരിക്കും. ഇതാണ് ലെവല്. ഇവിടെ നിന്ന് താഴേക്കുള്ള ഇൻഫിനിറ്റ്, ഇതെല്ലാം ഇൻഫിനിറ്റി ആണ് ഞാൻ കാണിക്കുന്നത്. ഇൻഫിനിറ്റി ആയിരിക്കും. പിന്നെ ഇവിടുന്ന് ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാല് മേലോട്ടേക്കുള്ള ഇൻഫിനിറ്റി. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ 100 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെയെങ്കിൽ അവിടുന്ന് ഡ്വൽ സ്റ്റേജിലേക്ക് എത്താൻ 0 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തണം. അപ്പൊ ആ സമയത്ത് കൊടുക്കുന്ന ഇൻഫിനിറ്റ് ഡിക്രിമെന്റ് ആണ്.
പിന്നെ ഡെല്ലിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത്? അടുത്ത റിട്ടേൺ സ്ട്രോക്കിലേക്ക് വരുമ്പോൾ വീണ്ടും ഇവിടെ ഇൻഫിനിറ്റ് ആക്സിലറേഷൻ ഈ പോയിന്റിൽ 0 നിന്ന് വീണ്ടും 100ലേക്ക് എത്തണം അല്ലെ? സോ 100ൽ എത്തിക്കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ വീണ്ടും ഇൻഫിനിറ്റ് ആക്സിലറേഷൻ, സോറി ഡീസിലറേഷൻ. 0 നിന്ന് 100ൽ എത്തിയാൽ പിന്നെ 100ൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ആക്സിലറേഷൻ വിട്ടു. പിന്നെ ആക്സിലറേഷൻ 0 ആണ്, കോൺസ്റ്റന്റ് വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ലാസ്റ്റ് സ്റ്റേജ് ആവും ഇതെന്താണ്? ആ 100ൽ നിന്ന് ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ പിന്നെ 0 മീറ്റർ പെർ സെക്കൻഡിൽ എത്താനുള്ള സ്പേസ് ആണ്. ആ സ്പേസിലേക്ക് പോകണം അടുത്തത് അല്ലെ? ആ സ്പേസിലേക്ക് വേണ്ടി എന്താ ചെയ്യാം? സോ ഇവിടെ 100 ആണ്, ആ രണ്ട് സ്റ്റേജിലും ഇൻഫിനിറ്റ് ആക്സിലറേഷൻ. വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത്. ഇതെല്ലാം വാല്യൂസ് ഇൻഫിനിറ്റി ആണ്. ഈ വേറെ എല്ലാം ഇൻഫിനിറ്റി ആണ് വാല്യൂസ്. നോട്ട് ചെയ്യും. എഴുതിയോ? സർ ഇത് ഞാൻ റബ് ഓഫ് ചെയ്യുന്നേ. സാർ ഇത് നമ്മള് നേരത്തെ വെച്ച ഗ്രാഫില് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് പ്ലോട്ടിംഗ് മാത്രം സെപ്പറേറ്റ് ചെയ്തൊന്ന് എടുക്കുന്നതാണ്. വൈ ആക്സിസ് കാണിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്, എക്സ് ആക്സിസ് കാണിക്കുന്നത് എന്താണ്? ക്യാം റൊട്ടേഷൻ ആംഗിൾ ആണ്. ക്യാം റൊട്ടേഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ 360 ഡിഗ്രി റൊട്ടേഷൻ ആണ്. ഈ 360 ഡിഗ്രി റൊട്ടേഷനിൽ ആദ്യത്തെ എന്താ? ഔട്ട് സ്ട്രോക്ക് ആണല്ലേ. സോ ഔട്ട് സ്ട്രോക്ക് സപ്പോസ് ഇവിടുന്ന് 3 ഡിഗ്രിയിലാണ് ഔട്ട് സ്ട്രോക്ക് നിൽക്കുക.
അതായത് ഔട്ട് സ്ട്രോക്ക്, പിന്നെ ഡ്വെല്ല്, റിട്ടേൺ സ്ട്രോക്ക്, പിന്നെ റിമൈനിങ് ഡ്വെല്ല്. ഈ ഔട്ട് സ്ട്രോക്കിന് ഞാൻ തീറ്റ എ എന്ന് വിളിക്കുന്നത്. തീറ്റ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് എസെന്റ് ആണ്. ആംഗിൾ ഓഫ് എസെന്റ് എന്ന് പറഞ്ഞാൽ ക്യാമ് മുകളിലേക്ക് എത്ര, ആദ്യത്തെ ക്യാം ഇങ്ങനെയാണ്, ക്യാം ഇങ്ങനെ കറങ്ങി മേലേക്ക് പോകുമ്പോൾ ഇത് ടേൺ ചെയ്യുന്ന ആംഗിൾ എത്ര, അതാണ് തീറ്റ എ. ഇത് ഡ്വെൽ സ്റ്റേജ് ആണ്. പിന്നെ ഇത് റിട്ടേൺ ആണ്, റിട്ടേൺ സ്ട്രോക്ക് ആണ്, ഡിസെന്റ് ആണ്. അത് ഞാൻ തീറ്റ ഡി എന്ന് കാണിക്കുന്നത്. തീറ്റ ഡി, തീറ്റ ഡി ആംഗിൾ ഓഫ് ഡിസെന്റ്. തിരിച്ച് താഴേക്ക് വരുന്ന റിട്ടേൺ സ്റ്റേജ്. പിന്നെ റിമൈനിങ് വീണ്ടും ഡെൽക്ക് വരുന്നത്. ആ ഡെൽ സ്റ്റേജ് ഞാൻ കാണിക്കുന്നില്ല, സെക്കൻഡ് ഡെൽ സ്റ്റേജ് ആണ്. ഓക്കെ, സോ ഓൾ ടുഗദർ ടോട്ടൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് എത്രയാണ്? ദിസ് ഈസ് 360 ഡിഗ്രി റൊട്ടേഷൻ. വൺ സിംഗിൾ റൊട്ടേഷൻ. ഇനീഷ്യൽ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് അതേ പൊസിഷൻ 360 ഡിഗ്രി റൊട്ടേഷൻ ആണ് കാണിക്കുന്നത്. ആ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം മാത്രം ഞാൻ മാറ്റി വരാം. അപ്പൊ ഇതിന് സർട്ടൻ വാല്യൂസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഔട്ട് സ്ട്രോക്ക്, ക്യാം ഈ പൊസിഷനിൽ കറങ്ങി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഔട്ട് സ്ട്രോക്ക്, സപ്പോസ് ലെറ്റ് ഇറ്റ് ബി ഔട്ട് സ്ട്രോക്ക് ഒരു 60 ഡിഗ്രി ആണ്. ആദ്യത്തെ 60 ഡിഗ്രി ഔട്ട് സ്ട്രോക്ക് ആണ്. പിന്നെ ഒരു 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് ഡ്വെൽ സ്റ്റേജ്. അന്നേരം ഫോളോവറിന് ഒന്നും സംഭവിക്കുന്നില്ല. ആ 30 കഴിഞ്ഞ് അടുത്ത ഒരു 70 ഡിഗ്രിയാണ് റിട്ടേൺ സ്ട്രോക്ക്, തിരിച്ചിങ്ങനെ. പിന്നെ 70 റിമൈനിങ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എത്രയാണോ ആംഗിൾ, അത്രയും ആംഗിൾ ഡ്വെൽ സ്റ്റേജ് ആണ്. ഒന്നും സംഭവിക്കുന്നില്ല. ഇതൊരു തിയററ്റിക്കൽ കണ്ടീഷൻ ആണ്. നമ്മുടെ ആക്ച്വൽ കേസിൽ ഒരു IC എഞ്ചിനിൽ ഇഫ് യു ലുക്ക് ഇൻ ടു ദ വർക്കിംഗ് ഓഫ് ക്യാം ആൻഡ് ഫോളോവർ, ഒരിക്കലും ഇൻ ബിറ്റ്വീൻ ക്യാം റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഒന്നും യു വിൽ നെവർ സീ. ബട്ട് we postulate such a hypothesis and such an ideal condition only to favor the analysis that we are going to do. ഓരോന്നിന്റെ അനാലിസിസ് ക്യാം പ്രൊഫൈൽ വരക്കുന്നു, അല്ലെങ്കിൽ rather in the designing of camps, ഇതിനൊക്കെ അനാലിസിസ് to make it much more simplified, we assume such hypothesis. ഇതിന്റെ ഇടയ്ക്ക് ചെറിയൊരു റെസ്റ്റിംഗ് സ്റ്റേജ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. Okay, so this shows, x-axis shows one complete rotation of cap, y ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഔട്ട് സ്ട്രോക്ക്, പിന്നെ ഡ്വെല്ല്, then it is return stroke, remaining dwell ആണ്. സോ നമ്മളെ കർവ് പോകുന്ന എങ്ങനെയായിരിക്കും? ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ അല്ലേ, പ്രൊപ്പോർഷണൽ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഡ്വെൽ സ്റ്റേജിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. റിട്ടേൺ സ്ട്രോക്കിലോ അഗെയിൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. പിന്നെ ഫൈനൽ ഡ്വെൽ. ഇത്രയാണ്. സോ ഇതെന്താണ് ആക്ച്വലി തീറ്റ എ. അതായത് ഇപ്പൊ ക്യാമറ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോളോവർ ഏറ്റവും താഴെയാണ് അതിന്റെ മാക്സിമം ഹൈറ്റിലേക്ക് എത്തും അല്ലെ. സോ ദിസ് ഡിസ്റ്റൻസ് കാണിക്കുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ്, ദിസ് ഈസ് ദി മാക്സിമം ലിഫ്റ്റ് ഓഫ് ഫോളോവർ. എക്സ് എന്ന വാല്യൂ ലെറ്റ് ഇറ്റ് ബി ദ മാക്സിമം ലിഫ്റ്റ് ഓഫ് ഫോളോവർ. ഫോളോവർ മാക്സിമം ഹൈറ്റിൽ എത്തിയ പിന്നെ അവിടെ അനങ്ങാണ്ട് നിൽക്കുന്നത്. ഇങ്ങനെയാണ് ഫോളോവർ എങ്കിൽ ഇങ്ങനെയാണ് ഫോളോവർ. ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ തട്ടി ഇതിനെ മേലേക്ക് ആക്കി. ഇതാണ് ഇതിന്റെ മാക്സിമം പൊസിഷൻ. പിന്നെ ക്യാം ഇങ്ങോട്ടാണ് വരുന്നത്, ഇത് ഇവിടെ നിൽക്കുന്നതാണ് അല്ലെ. ആ നിൽക്കുന്ന അടുത്ത സർട്ടൻ ഡിഗ്രി 30 ഡിഗ്രിയാണ്. ആ 30 ഡിഗ്രി ഇത് അനങ്ങുന്നില്ല, ഡ്വെൽ സ്റ്റേജ്. പിന്നെ ഇത് റിട്ടേൺ താഴേക്ക് വരുമ്പോൾ ഇത് വീണ്ടും താഴേക്ക് വരുന്നത്. സോ ഈ ഹൈറ്റ്, ഈ എക്സ് എന്നുള്ളത് മാക്സിമം ലിഫ്റ്റ് ഓഫ് ഫോളോവർ ആയിട്ട് എടുക്കുക. സോ ഫോളോവർ ബേസിക് പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ മാക്സിമം ലിഫ്റ്റിലേക്ക് എത്തണ്ടെങ്കിൽ അത് എന്തിനാണ്? ഈ എക്സ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ തീറ്റ എനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. ആണോ അല്ലയോ? X depends on or is proportional to theta A. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ അതിന്റെ ഇന്റർമീഡിയറ്റ് ചെറിയൊരു കാര്യം, ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഈ മാക്സിമം വാല്യൂ ആണ് എക്സ്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് y ആയിട്ട് എടുക്കുന്നു. y എന്താണ്? y ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ. ഇനീഷ്യൽ പൊസിഷൻ ഒരു സർട്ടൻ പോയിന്റ് വരെയുള്ള ലിഫ്റ്റ് ആണ്. ആ സർട്ടൻ പോയിന്റ് ഏതാണ്? തീറ്റ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ കവർ ചെയ്യുമ്പോൾ ഫോളോവർ എത്തിപ്പെടുന്ന ഡിസ്റ്റൻസിന് നമുക്ക് y എന്ന് വിളിക്കാം. തീറ്റ ആംഗിൾ കവർ ചെയ്തെത്തുമ്പോൾ, അതായത് ഇവിടുന്ന് ഇവിടം വരെ എത്തുമ്പോൾ ഇത് ഇനീഷ്യൽ കണ്ടീഷൻ, ഇവിടുന്ന് ഇവിടം വരെ എത്തുമ്പോൾ ഇത് y ഡിസ്പ്ലേസ്മെന്റ് ആയി. ബട്ട് തീറ്റ എ മാക്സിമം എത്തുമ്പോഴാണ്, തീറ്റ എ ഫുൾ കവർ ചെയ്യുമ്പോൾ ഇത് മാക്സിമം ലിഫ്റ്റ് എത്തുന്നത്.
സോ അതിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് തീറ്റ വെറും ഒരു ഇന്റർമീഡിയറ്റ് ഒരു തീറ്റ എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ ഫോർ ഔട്ട് സ്ട്രോക്ക് ആണ്, അല്ലെങ്കിൽ ആംഗിൾ ഫോർ എസെറ്റ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന വെറും ചെറിയൊരു ആംഗിൾ. അതായത് ടി സെക്കൻഡ്സ്, ടൈം ടി സെക്കൻഡ്സിൽ തീറ്റ എത്തുമ്പോൾ ഇതെത്തുന്ന ഡിസ്പ്ലേസ്മെന്റ് y ആണ് അല്ലെ. ബട്ട് തീറ്റ എയിലേക്ക് എത്തുമ്പോൾ ഇതെത്തുന്ന ഡിസ്പ്ലേസ്മെന്റ് x ആണ്. ദാറ്റ് മീൻസ് y എന്ന ഡിസ്പ്ലേസ്മെന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ കവേർഡ് ബൈ ദ ക്യാം ഇൻ ടി സെക്കൻഡ്സ്. ടൈം ടി ആകുമ്പോൾ കവർ ചെയ്യുന്ന ആംഗിൾ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. Then what is x? x എന്ന് പറഞ്ഞാൽ y ഒരു ഇന്റർമീഡിയറ്റ് വാല്യൂ ആണ്. y ന്റെ മാക്സിമം വാല്യൂ ആണ് x. തീറ്റ ഒരു ഇന്റർമീഡിയറ്റ് വാല്യൂ, തീറ്റന്റെ മാക്സിമം വാല്യൂ ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഫിഗർ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? അതായത് ഐ ക്യാൻ പ്രൊപ്പോർഷണേറ്റ് എക്സിക്യൂട്ട് റേഷ്യോ ബിറ്റ്വീൻ അവർ തമ്മിലുള്ള ഒരു റേഷ്യോ എനിക്ക് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ബൈ തീറ്റ എ ക്യാൻ ബി ഈക്വൽ ടു വൈ ബൈ തീറ്റ. രണ്ടും പ്രൊപ്പോർഷണൽ അല്ലേ? ഇങ്ങനെ എഴുതിക്കൂടാ എനിക്ക്? എഴുതിക്കൂടാ. സോ അങ്ങനെയാണെങ്കിൽ ഇൻ ജനറൽ y എന്നതിന് എനിക്ക് എങ്ങനെ എഴുതാം? ഹൗ ക്യാൻ ഐ റൈറ്റ് അബൌട്ട് y? x by theta a multiplied by theta b. എഴുതിക്കൂടെ? എഴുതാലോ. സോ ഇതിൽ ടേംസ് എന്തൊക്കെയാ? എക്സ് മാക്സിമം ലിഫ്റ്റ് ഓഫ് ഫോളോവർ, തീറ്റ എ എന്താ? ടോട്ടൽ ആംഗിൾ ഓഫ് ഔട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ റൊട്ടേഷൻ, ക്യാം റൊട്ടേഷൻ ഡ്യൂറിംഗ് ഔട്ട് സ്ട്രോക്ക്. വാട്ട് ഈസ് y? y എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഫോളോവർ when the cam rotates an angle of theta in t seconds. t time t ആണ്. അതേപോലെ തീറ്റ എന്താണ്? ക്യാം റൊട്ടേഷൻ ആംഗിൾ ഇൻ t seconds അല്ലേ. തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ വാല്യൂ ആണ്, അല്ലെങ്കിൽ റേഡിയൻ വാല്യൂ ആണ്. ഏതൊക്കെ ഒരു സാധനം കറങ്ങുമ്പോണ്ടാകുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് തീറ്റ. ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ഇൻടു ടി എന്ന് എഴുതിക്കൂടെ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടൈം മൾട്ടിപ്ലൈഡ് ബൈ സ്പീഡ് ഇൻടു ടൈം. എഴുതിക്കൂടെ? ഇത് ആംഗുലർ ഡിസ്റ്റൻസ് ആണ്, ആംഗുലർ വെലോസിറ്റി ടൈം. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ y നെ എങ്ങനെ എഴുതാം? y ഈസ് ഈക്വൽ ടു x ബൈ തീറ്റ a മൾട്ടിപ്ലൈഡ് ബൈ ഒമേഗ ടി എന്ന് എഴുതിക്കൂടെ? എഴുതിക്കൂടെ? This is the general equation for displacement. യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ക്യാം ആൻഡ് ഫോളോവർ മെക്കാനിസത്തിലെ ജനറൽ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത്. നോട്ട് ചെയ്യും. General equation for the displacement for a follower executing uniform velocity motion. നോട്ട് ചെയ്താ? നോട്ട് ചെയ്താ? So displacement ഇതാണെങ്കിൽ velocity എന്താണ്? Velocity is nothing but what? dy by dt അല്ലേ? Differentiating the displacement about time ആണ്. So this is nothing but d by dt of what? X by theta a multiplied by omega t.
Now x and the maximum lift of follower, that is a numerical constant value. What is theta a? Maximum angle of outstroke ആണ് അല്ലെ, അല്ലെങ്കിൽ ആംഗിൾ ഡ്യൂറിംഗ് ഔട്ട്സ്ട്രോക്ക് ആണ്, സിംഗിൾ വാല്യൂ. സോ എക്സ് ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ കോൺസ്റ്റന്റ്. ഇവിടെ വേരിയബിൾ എന്താ, ഓൺലി വേരിയബിൾ ഇസ് ടി ആണ് അല്ലെ. സോ ദിസ് ഈസ് ഡയറക്ട്ലി ഡിഫറൻഷിയേറ്റിംഗ് അബൌട്ട് ടി ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫൈനൽ വാല്യൂ എന്താ വരുന്നത്? എക്സ് ബൈ തീറ്റ into omega. This is the expression for what? Velocity. X by theta into omega. Ultimately, if we substitute values, x lift ആണ്, ലിഫ്റ്റിന് ഒരു വാല്യൂ ഉണ്ടാവും. തീറ്റ ഇത്ര ഡിഗ്രി കറങ്ങി ആ ഡിഗ്രീന്റെ റേഡിയനിലൊക്കെ അതിനൊരു വാല്യൂ ഉണ്ടാവും. ഒമേഗ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ആംഗുലർ വെലോസിറ്റി ഉണ്ടാവും അല്ലെ, അതും കൊടുത്താൽ നമുക്ക് ഓൾ ടുഗദർ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഈച്ച് വാല്യൂ വിത്തിൻ ദിസ് ഇക്വേഷൻ വാട്ട് വിൽ ബി ഒബ്റ്റെയിൻ ആസ് വെലോസിറ്റി? ഒരു കോൺസ്റ്റന്റ് വാല്യൂ എന്ന് കിട്ടും അല്ലെ. യു ഒബ്റ്റെയിൻ എ കോൺസ്റ്റന്റ്. ഇവിടെ വേരിയബിൾ ഒന്നുമില്ല, സ്ട്രേറ്റ് അവേ വി ആർ ഗോയിങ് ടു ഒബ്റ്റെയിൻ എ കോൺസ്റ്റന്റ്. നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എത്രയെങ്കിലും മീറ്റർ പെർ സെക്കൻഡ്, 100, 200, 150 മീറ്റർ പെർ സെക്കൻഡ് എന്നൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റിയിൽ മനസ്സിലാക്കുന്നത്. വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Now, if you want to find out acceleration കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? dv by dv by dt ചെയ്താൽ എന്താ കിട്ടുക? 0. സീറോ, കാരണം ഇവിടെ വേരിയബിൾ ടി ഇല്ല. സോ ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ഇത് തന്നെയാണ് കോൺസെപ്റ്റ്. കോൺസ്റ്റന്റ് വെലോസിറ്റി പോകുന്ന ഒരു സാധനത്തിന് there won't be any acceleration. ക്ലിയർ ആണോ? Yes, sir. Yes, sir. അത് നോട്ട് ചെയ്ത് വെച്ചോ. നോട്ട് ചെയ്തല്ലോ. Yes, sir. ഇനി ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ആക്സലറേഷൻ, സോറി ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആക്സലറേഷൻ കർവ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ നോട്ട് ചെയ്ത കാര്യങ്ങൾ. എന്നിട്ട് വിൽ ഡിസ്കസ് ന്യൂമറിക്കൽ.
ഓക്കെ, നോക്കിയാ എല്ലാവരും? എടാ നോക്കി കഴിഞ്ഞോ? Yes, sir. ബേസിക്കലി ഇതിന്റെ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ you will be asked to draw the camp profile. ഞാൻ ഇന്നലെ പറഞ്ഞു ഈ ക്യാമ്പ് പ്രൊഫൈൽ വരക്കാനുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ റേഡിയൽ ക്യാം ഈസ് ഓപ്പറേറ്റിംഗ് എ ഫോളോവർ വിത്ത് ദ ഗിവൺ ഡാറ്റ എന്ന് പറയും. ഓക്കെ, ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 4 ഡാറ്റ. ഫസ്റ്റ് ഡാറ്റ, the cam is having outstroke for the first 60 degree. Outstroke of cam ആദ്യത്തെ 60 degree outstroke ആണ്. Second, next 30 degree dwell. അടുത്ത 30 degree ഫോളോവറിന് ഡ്വെൽ പീരീഡ് ആണ്. 30 degree of cam rotation ഫോളോവർ ഡ്വെൽ സ്റ്റേജിൽ ഉണ്ടാവും. Third one, for the next 60, അടുത്തൊരു 60 degree rotation of cam ഫോളോവർ ഉണ്ടാകുന്നത് എന്താ? റിട്ടേൺ സ്ട്രോക്ക്. സോ റിട്ടേൺ സ്ട്രോക്ക് അടുത്ത 60 degree. ഓക്കെ, പിന്നെ എത്ര റിമൈനിങ് എത്ര ഉണ്ടാവുക? 210 അല്ലെ? റിമൈനിങ് 360 degree അല്ലെ കംപ്ലീറ്റ് ചെയ്യണ്ടേ ഒരു റൊട്ടേഷൻ. 210 degree എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡ്വെൽ സ്റ്റേജ്. ഇതായിരിക്കും ഗിവൺ ഡാറ്റ. ഓക്കെ, ഇൻ അഡീഷൻ ടു ദ ഗിവൺ ഡാറ്റ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ദ ഫോളോവർ വിൽ ബി എക്സിക്യൂട്ടിംഗ് യൂണിഫോം വെലോസിറ്റി മോഷൻ ഡ്യൂറിംഗ് ദ ഔട്ട്സ്ട്രോക്ക് ആൻഡ് ഡ്യൂറിംഗ് ദ റിട്ടേൺ സ്ട്രോക്ക്. മുകളിലേക്ക് ക്യാം മുകളിലേക്ക് ഔട്ട്സ്ട്രോക്ക് പോകുമ്പോൾ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും ഫോളോവർ ഉണ്ടാവുക. ക്യാം കറങ്ങി തിരിച്ച് താഴേക്ക് വരുമ്പോഴും എന്താണ് ഫോളോവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഡ്യൂറിംഗ് റിട്ടേൺ സ്ട്രോക്ക് ഔട്ട്സ്ട്രോക്ക് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക് യൂണിഫോം വെലോസിറ്റി. ഇതിന്റെ കൂടെ രണ്ട് ഡാറ്റ വന്നിട്ടുണ്ടാവുന്ന വെച്ചാൽ ഒന്ന് മാക്സിമം ലിഫ്റ്റ് ഓഫ് ഫോളോവർ. ലെറ്റ് us take it as 40. മാക്സിമം ലിഫ്റ്റ് ഓഫ് ഫോളോവർ 40 mm. ഓക്കെ, അതുപോലെ ക്യാമിന്റെ മിനിമം റേഡിയസ് ആണ്. മിനിമം റേഡിയസ് ഓഫ് ക്യാം minimum radius of cam 50 mm. ഇത്രയും ഡാറ്റ നിങ്ങളോട് ശ്രദ്ധിക്കാൻ ഡ്രോ ദ പ്രൊഫൈൽ ഓഫ് ദ ക്യാമറ. ഞാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. നിങ്ങൾ RS കുറുമി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് വായിക്കുന്നത്. കേൾക്കുന്നുണ്ട് എല്ലാവരും? Yes, sir. A cam is to give the following motion to a knife edged follower. Outstroke during 60 degree of cam rotation, dwell for the next 30 degree of cam rotation, return stroke during next 60 degree of cam rotation, and dwell for the remaining 210 degree of cam rotation. The stroke of the follower is 40 mm and the moment minimum radius of cam is 50 mm. Yes, sir. Okay. The follower moves with uniform velocity during both the outstroke and return strokes. Draw the profile of the cam. Then the axis of the follower passes through the axis of the camshaft. Camshaft അതേ ആക്സിസിലൂടെ എന്ത് മൂവ് ചെയ്യുന്നു? ആക്സിസ് ഓഫ് ദ ഫോളോവർ മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ എല്ലാവർക്കും? ഇതേ ഡീറ്റെയിൽസ് ആണ്. ഫസ്റ്റ് പറഞ്ഞ എന്താ? എ ക്യാം ഈസ് ഓപ്പറേറ്റിംഗ് എ
knife edged follower. First point, a can is operating a knife edged follower. It is to give the following data: outstroke of cam during the first 60 degree. Next, dwell period of follower during the next 30 degree of cam rotation. Then, return stroke of the follower during the next 60 degree of cam rotation. And for the remaining 210 degree of cam rotation, it is the dwell stage for the follower. Now, the maximum lift of follower, അല്ലെങ്കിൽ the follower is to cover 40 mm throughout. 40 mm ആണ് ഇതിന്റെ maximum covering distance. അതായത് ഇത് stroke ആണ് follower. And the minimum radius of cam is given as 50 mm. You are asked to draw the profile of the cam when the axis of the follower passes through the axis of the cam. Axis of follower passing through axis of cam. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഇഫ് യു വാണ്ട് ടു ഡ്രോ the cam profile for a given question, നമുക്ക് അറിയേണ്ട ഫണ്ടമെന്റലി 3 ഡീറ്റെയിൽസ്. ഒന്ന്, ഈ ഡാറ്റ ഡെഫിനറ്റ് ആയിട്ട് പറയണം, നമുക്ക് വരക്കണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡാറ്റ വേണം. വാട്ട് കൈൻഡ് ഓഫ് ഫോളോവർ ഈസ് ദ ക്യാം ഓപ്പറേറ്റിംഗ്, അതാണ് ഈ തന്ന നൈഫ് എഡ്ജ് ക്വസ്റ്റനിൽ. അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. നൈഫ് എഡ്ജ് ഫോളോവർ ആണോ, ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ ആണോ, വാട്ട് കൈൻഡ് ഓഫ് ഫോളോവർ ഇറ്റ് ഈസ് ബീങ് ഓപ്പറേറ്റഡ്. നെക്സ്റ്റ്, what kind of motion is executed by the follower? Follower എന്ത് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു? യൂണിഫോം വെലോസിറ്റി ആണോ, യൂണിഫോം ആക്സിലറേഷൻ റിട്ടാർഡേഷൻ ആണോ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ, സൈക്ലോയിഡൽ ആണോ? അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔട്ട് സ്ട്രോക്കിലും റിട്ടേൺ സ്ട്രോക്കിലും സെയിം ആണോ, ഔട്ട് സ്ട്രോക്കിൽ ഡിഫറെന്റ്, റിട്ടേൺ സ്ട്രോക്കിൽ ഡിഫറെന്റ് ആണോ? അങ്ങനെയും ഉണ്ടാവും. The follower shows uniform velocity motion during the outstroke and simple harmonic motion during the return stroke. അങ്ങനെ ഉണ്ടാവും. മിക്സഡ് കേസ് വരാം. സോ ആദ്യം വാട്ട് കൈൻഡ് ഓഫ് ഫോളോവർ, നൈഫ് എഡ്ജ്ഡ് ഫോളോവർ ആണോ, ഫ്ലാറ്റ് ഫേസ്ഡ് ആണോ, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഫോളോവർ. രണ്ടാമത്തെ, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മോഷൻ എക്സിക്യൂട്ടഡ് ബൈ ദ ഫോളോവർ. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ആക്സിസ് ഓഫ് ദ ഫോളോവർ ക്യാമിന്റെ ആക്സിസിലൂടെ ആണോ പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ദ ഫോളോവർ ഈസ് ഓഫ്സെറ്റ് ഫ്രം ദ ആക്സിസ് ഓഫ് ദ ക്യാം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 mm 10 mm എന്ന് പറഞ്ഞാൽ ആ ഓഫ്സെറ്റിന്റെ കേസാണ്. ഈ രണ്ട് കേസിലും വരക്കുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ 3 കാര്യങ്ങളാണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് അപ്പാർട്ട് ഫ്രം ദ ഗിവൺ ന്യൂമറിക്കൽ ഡാറ്റ ഓഫ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ്. വൺ, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഫോളോവർ ദ ക്യാം ഈസ് ഓപ്പറേറ്റിംഗ്, വെദർ ഇറ്റ് ഈസ് എ നൈഫ് എഡ്ജ് ഫോളോവർ, ഫ്ലാറ്റ് ഫേസ്ഡ്, സ്ഫെറിക്കൽ, എക്സെട്ര. സെക്കൻഡ്ലി, രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ് എന്താ പറ? Motion. Very good. What is the type of motion executed by the follower? അല്ലേ, യൂണിഫോം വെലോസിറ്റി മോഷൻ ആണോ, സിമ്പിൾ ഹാർമോണിക് ആണോ, അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ റിട്ടാർഡേഷൻ ആണോ? അത് ഏത് കൈൻഡ് ഓഫ് മോഷൻ ആണ്? പിന്നെ അത് കറസ്പോണ്ടിങ് ടു വിച്ച് സ്ട്രോക്ക്, ഔട്ട് സ്ട്രോക്ക് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക് ഒന്നാണോ, ഔട്ട് സ്ട്രോക്കിൽ ഡിഫറെന്റ്, റിട്ടേൺ സ്ട്രോക്കിൽ ഡിഫറെന്റ് ആണോ? ഈ കാര്യം. മൂന്നാമത്തത്, ഇത് ആക്സിസ് ഓഫ് ഫോളോവർ ആക്സിസ് ഓഫ് ക്യാമും ഒരുപോലെ പാസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആർ ദേ ഓഫ്സെറ്റ് അറ്റ് എ സർട്ടൻ ഡിസ്റ്റൻസ്? ക്ലിയർ ആണോ? ഈ ഡാറ്റ ഒന്ന് നോട്ട് ചെയ്യും. ഞാൻ നിങ്ങളെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് യദുൽ ഹാരിഷിനോട് ഇപ്പൊ ഒരു 3 തവണ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് എത്രയാക്കുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് എന്നെ ഫോട്ടോ എടുത്ത് അയച്ചാൽ 3 തവണയായിട്ടും ചെയ്തിട്ടില്ല. കുറച്ച് പേരുടെ ബാക്കി ഞാൻ അന്നേ പറഞ്ഞില്ല, ബാക്കി ആയിക്കോട്ടെ, അറ്റ് പ്രസന്റ് എത്ര ആളെ കയ്യിലുണ്ട് എന്നതല്ല, ഞാൻ കൃത്യമായ മലയാളത്തിലും ഇംഗ്ലീഷിലാണല്ലോ ചോദിച്ചത്. അറ്റ് പ്രസന്റ് എത്ര ആളെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. നിങ്ങളോട് ഇന്ന ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഇന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ആ ചോദ്യം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂമറിക്കൽ ഏതാന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് മുന്നേ പറഞ്ഞു തന്നാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജോ ഗ്രൂപ്പിലിട്ട് ആ ക്വസ്റ്റ്യൻ ഏതാന്നുള്ളത് നിങ്ങളെ കൈകളിലെടുത്ത് വെച്ചാൽ മതി. ഇത് എനിക്ക് എത്ര ഡിഫിക്കൽട്ടാണ് ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് കംപ്ലീറ്റ് വേർഡ്സിൽ ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതുന്നതിന് 10 മിനിറ്റ് പോകില്ല. എത്ര തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ.
ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട് ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ. ഒരുപാട് തവണ പറഞ്ഞു നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യേണ്ട ഇത് മര്യാദക്ക് പോലെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോട്ടെ. ഐ എം ലൂസിങ് മൈ ടൈം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ നിങ്ങളോട് ഡാറ്റ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എത്ര ടൈം ലോസ്. നിങ്ങളെ മുന്നിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ വിത്തിൻ 2-3 minutes ആ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയും. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ഞാൻ 10 കിട്ടും. പിന്നെ ഇതിനൊരു ഫിഗർ വരച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്ത് ഡിഫിക്കൽട്ടാണ് ഇത് വരക്കാനുള്ളത്, എത്ര ടൈം കൺസ്യൂമിംഗ് ആണുള്ളത്. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ഇപ്പം എത്ര അടുത്ത് ടെക്സ്റ്റ് ഉണ്ട് എന്നുള്ള ലിസ്റ്റാണ് ഞാൻ ചോദിച്ചത്. ഈ സെമിസ്റ്റർ തുടങ്ങിയത് August 17th. സെപ്റ്റംബർ ലാസ്റ്റ് ആവാനായി. നോട്ടി നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തോന്നിയ പോലെ പോണ പോലെ പോട്ടെ. വരച്ചോ? हाँ सर. Sir. Okay. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 1-2 സ്റ്റേജിലാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് യു ഹാവ് ടു ഹാവ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. ഇതാണ് ഏതൊരു ക്യാമ്പസിൽ എടുക്കുമ്പോൾ ആദ്യം വരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം? Displacement diagram is different for each case. Uniform velocity in the case is different. Simple harmonic motion in the case is different. Uniform acceleration, retardation, ഈ case is different. Cycloidal case is different. So ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് മോഷൻ എക്സിക്യൂട്ടഡ് ബൈ ദ ഫോളോവർ എന്നത് ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കിയെടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ എന്താ ഫോളോവർ ഈസ് എക്സിക്യൂട്ടിംഗ് യൂണിഫോം വെലോസിറ്റി ഡ്യൂറിംഗ് ഔട്ട് സ്ട്രോക്ക് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഷുഡ് ബി ഡ്രോൺ കറസ്പോണ്ടിങ് ടു ദി യൂണിഫോം വെലോസിറ്റി കേസ്. എന്തിനാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരക്കുന്നത്? ക്യാം പ്രൊഫൈലിലേക്ക് ക്യാം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ജോമെട്രിക്കലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, കോമ്പസ് പെൻസിൽ സ്കെയിൽ ഒക്കെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൽ എടുക്കേണ്ട ഡാറ്റാസ് ഉണ്ട്, certain numerical values, distances. ആ ഡിസ്റ്റൻസസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഫ്രം ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. സോ ഫസ്റ്റ് തിങ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. ഇതാണ് നമുക്ക് ആദ്യമായി ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്ന വാല്യൂസ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസിൽ ഒന്ന് ആംഗിൾസ്. ക്യാം റൊട്ടേഷന്റെ ആംഗിൾസ്, ഔട്ട് സ്ട്രോക്ക് എത്ര, റിട്ടേൺ സ്ട്രോക്ക് എത്ര, ഡ്വൽ പീരീഡ് എത്ര, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം വരക്കാൻ ഇത് ആവശ്യമുണ്ട്. രണ്ടാമത്തെ സ്ട്രോക്ക്.
follower on the stroke. ഇതിൽ 40 mm അല്ലേ? ആ 40 mm ആണെങ്കിൽ 40. ഈ രണ്ട് ഡാറ്റയാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം വരക്കാൻ വേണ്ടി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. എന്തിനാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം വരക്കുന്നത്? ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം is different for each case of motion executed by the follower. Now, what are the data you require to draw the displacement diagram, which are given in the question? Angles of cam rotation angles plus stroke of the follower. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം വരക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം ആദ്യം ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം വരക്കുന്നത് നോക്കാം. Now, for the case of uniform velocity, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് you should create a rectangle. ഒരു rectangle create ചെയ്യുക. ഈ റെക്ടാങ്കിളിലെ y ആക്സിസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ x ആണ്. h അല്ലെങ്കിൽ x. x നെ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് h or x. സ്ട്രോക്ക് ഓഫ് ദ ഫോളോവർ ആണ്. 40 mm ആണ്. ആ 40 mm എന്നുള്ള നമ്മൾ ഒരു 4 സെന്റിമീറ്ററിന്റെ ലൈൻ വരച്ചാൽ മതി. ഈ ഹൊറിസോണ്ടൽ ലൈൻ കാണിക്കുന്നത് ടോട്ടൽ 360 ഡിഗ്രി റൊട്ടേഷൻ ആണ്. ആ 360 ഡിഗ്രി റൊട്ടേഷനിൽ നമ്മൾ ഡിവിഷൻസ് കാണിക്കുന്നത്. ഫസ്റ്റ് 60 ഡിഗ്രി ഔട്ട് സ്ട്രോക്ക്, നെക്സ്റ്റ് 30 12, നെക്സ്റ്റ് 60 ഔട്ട് സ്ട്രോക്ക്, റിമൈനിങ് 210 എന്താണ് ഡ്വെൽ ആണ്. ആ 210 ഇതിൽ കാണിക്കണമെന്നില്ല, കാരണം 210 ഡ്വെൽ സ്റ്റേജിൽ എന്താണ് നമുക്ക് യൂണിഫോം നമുക്കറിയാം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ, അതുകൊണ്ട് അത് കാണിക്കേണ്ട ആവശ്യമില്ല. സോ 60 30 60 30 60 30 60 ഈ മൂന്ന് ഡിവിഷനാണ് ഇവിടെ കാണിക്കേണ്ടത്. ക്ലിയർ? സോ 60 വെറുതെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കൊടുക്കുക. മേലേക്കുള്ള ഡിസ്റ്റൻസ് 40 ആണെന്ന് അറിയാം, ഇത് 40 ആണ്. സോ ഒരു 4 സെന്റിമീറ്റർ ലൈൻ വരക്കാം മേലേക്കുള്ള. ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് വേണമെന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. നമുക്ക് മനസ്സിൽ കാണും 60 വേണം 30 വേണം 60 വേണം. സോ 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ഇങ്ങനെ വരച്ചാൽ മതി. പ്രൊപ്പോർഷണൽ ഡയഗ്രം കിട്ടുമെന്ന് മാത്രമേ നമുക്കുള്ളൂ. ക്ലിയർ? സോ യൂണിറ്റ് കൺവേർഷനെ പറ്റി അധികം വറീഡ് ആവേണ്ട ആവശ്യമില്ല. സോ ആദ്യം ഞാൻ 6 സെന്റിമീറ്ററിൽ ലൈൻ എടുത്തിട്ട് ഈ 6 സെന്റിമീറ്റർ ഇവിടെ കാണിക്കും. 6 സെന്റിമീറ്റർ ആണ് വിചാരിക്കുക. നെക്സ്റ്റ് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അഗൈൻ വാട്ട്, that is the dual stage ആണ് അല്ലേ. 31.5 dual stage. റിമൈനിങ് 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ലാസ്റ്റ് സ്റ്റേജ് ആണ്. അതായത് സെക്കൻഡ് ഡുവൽ സ്റ്റേജ് ആണ്. പിന്നീട് അങ്ങോട്ടുള്ളത് ഫുള്ള് കംപ്ലീറ്റ് എന്താണ്, റിട്ടേൺ സ്ട്രോക്ക് ആണ്. സോറി, ഫൈനൽ ഡുവൽ സ്റ്റേജ്. ആ ഫൈനൽ ഡുവൽ സ്റ്റേജ് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഇത് 6 സെന്റിമീറ്റർ ആണ് ഞാൻ വരച്ചത്. 3 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. ഇത് കാണിക്കുന്നത് എന്തിനാണ്? 60 ഡിഗ്രി ക്യാം റൊട്ടേഷൻ, 30 ഡിഗ്രി ക്യാം റൊട്ടേഷൻ, 60 ഡിഗ്രി ക്യാം റൊട്ടേഷൻ. ദിസ് ഈസ് തീറ്റ എ ഔട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ തീറ്റ അസെന്റ്. ദിസ് ഈസ് ഫസ്റ്റ് ഡെൽ സ്റ്റേജ്. ദിസ് ഈസ് തീറ്റ ഡി ഡിസെന്റ് അല്ലെങ്കിൽ തീറ്റ ആർ റിട്ടേൺ സ്ട്രോക്ക്. അടുത്ത 210 ഉണ്ട്, അത് ഞാൻ കാണിച്ചില്ല. ക്ലിയർ ആണോ? ഈ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആണോ? എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ you have to divide the outstroke and return stroke, the area for outstroke and return stroke, into equal number of even parts. Even number ഉള്ള equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 6 സെന്റിമീറ്റർ ഞാനത് 6 പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുന്നില്ല. 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഞാൻ 6 എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് എന്ത് എടുക്കാം, ഈവൺ നമ്പർ ആയിരുന്നു 6. 5 ആവാൻ പാടില്ല, ഓഡ് നമ്പർ ആവാൻ പാടില്ല, ഈവൺ നമ്പർ ആയിരിക്കണം. ഇതിനെ ഞാൻ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1 2 3 4 5 6 1 2 3 4 5 6 ആ 6 ഡിവിഷൻസ് ചെയ്യേണ്ടതാണ്. Okay.
ഈ 6 ഡിവിഷൻസിനെ ഞാൻ നെയിം ചെയ്യും. 0, 1, 2, 3, 4, 5, 6 മുതൽ ഇങ്ങോട്ട് എന്താ ഇത് 3 സെന്റിമീറ്ററിൽ 30 ഡിഗ്രി ഡ്വെൽ ആണ്. ആ ഡ്വെല്ല് ഞാൻ വിട്ടു. നെക്സ്റ്റ് ഇതേ ഇവിടെ 6 നമ്പർ ഓഫ് ഡിവിഷൻസ് ആണെങ്കിൽ ഔട്ട് സ്ട്രോക്കിനെ നിങ്ങൾ 6 തന്നെയായിട്ട് ഡിവൈഡ് ചെയ്യണം. സെയിം നമ്പർ ഓഫ് ഡിവിഷൻസ് ആയിരിക്കണം ഔട്ട് സ്ട്രോക്ക് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക് രണ്ടിനും ഉണ്ടാവും. ഇവിടെ ആദ്യം ഞാൻ സെക്ഷൻ ചെയ്യും 6 ആയിട്ട്. സിക്സ് ഡിവിഷൻസ്. ഈ 6 ഡിവിഷന്റെ നമ്പറിംഗ് ഞാൻ ഇടാൻ പോകുന്നത് ശ്രദ്ധിക്കണം. ഞാൻ ഇവിടുന്ന് റിവേഴ്സ് ഓർഡറിൽ ഇങ്ങോട്ട് 6 ഡാഷ് 5 ഡാഷ് 4 ഡാഷ് 3 ഡാഷ് 2 ഡാഷ് 1 ഡാഷ് 0 ഡാഷ് 0 1 2 3 4 5 6 6 ഡാഷ് 5 ഡാഷ് 4 ഡാഷ് 3 ഡാഷ് 2 ഡാഷ് 1 ഡാഷ് 0 ഡാഷ്. നിങ്ങൾക്ക് ഇങ്ങനെ നമ്പർ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്പർ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു രീതി പറയുന്നത് മാത്രമേ. ഇതെന്താണ്? I am going to create the displacement diagram for the uniform velocity case. Simple harmonic ബാക്കി സൈക്ലോയിലേക്കൊന്നും ഞാൻ പോയില്ല. We are only discussing about uniform velocity case. So ഇതിനെന്താ വെർട്ടിക്കൽ ആയിട്ട് ഔട്ട് സ്ട്രോക്ക് ആൻഡ് റിട്ടേൺ സ്ട്രോക്കിന് ഞാൻ 6 ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ആക്കി. 6 എന്നുള്ള നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? അത് ഓഡ് നമ്പർ ആണ്. നിങ്ങൾക്ക് 4 ഡിവിഷൻ ആക്കിയാൽ മതി, 4 ആക്കിയാൽ മതി. പക്ഷെ ഗോ ഫോർ 6, മിനിമം 6 എടുക്കാം, എന്നാലേ കുറച്ച് ക്ലാരിറ്റി കിട്ടും ഫിഗർ. ഇതിന്റെ സിഗ്നിഫിക്കൻസ് ക്യാം പ്രൊഫൈൽ വരക്കുമ്പോൾ മനസ്സിലാവും നമ്പർ ഓഫ് ഡിവിഷൻസിന്. എനിവേ ദ നമ്പർ ഓഫ് ഡിവിഷൻ ഷുഡ് ബി ഓഡ് നമ്പർ, സോറി ഈവൺ നമ്പർ, ഓഡ് ആവാൻ പാടില്ല. ഓക്കെ, ഇനി വെർട്ടിക്കലായിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഫോർ വാട്ട്? യൂണിഫോം വെലോസിറ്റി കേസ്. യൂണിഫോം വെലോസിറ്റി കേസിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം എങ്ങനെ ഉണ്ടാവും നമുക്കറിയാം അല്ലെ? എങ്ങനെ ഉണ്ടാവുക? റിട്ടേൺ സ്ട്രോക്ക് എങ്ങനെ ഉണ്ടാവാം? ഇത് ക്യാം റൊട്ടേഷൻ ആണ്, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. റിട്ടേൺ സ്ട്രോക്ക് സോറി ഔട്ട് സ്ട്രോക്കിന് എങ്ങനെ ഉണ്ടാവുക? 0 നിന്ന് സ്റ്റേജ് വരെ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അല്ലേ? സ്റ്റേജിൽ എന്താ വെലോസിറ്റി ഇല്ല, 0. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, 0. അടുത്ത റിട്ടേൺ സ്ട്രോക്കിലോ പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്പ്ലേസ്മെന്റും ക്യാം റൊട്ടേഷൻ സ്ട്രെയിറ്റ് ലൈൻ പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ പോയിന്റ് ഡയഗണൽ ലൈൻ ഓരോ ഡിവിഷനിലെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഐ സ്റ്റാർട്ട് നമ്പറിംഗ്. അല്ല സോറി, ഇതിനെ ഞാൻ നെയിം ചെയ്യും. നമ്പർ ചെയ്യണ്ട, നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് ആൽഫബറ്റ്സ് ചെയ്യും. ഇത് ഫസ്റ്റ് വൺ 0, അടുത്തത് A, B, C, D, E, F, G, H, I, J, K, L. ക്ലിയർ ആണോ? Yes, sir. ഇനി എനിക്കിതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 1 to A ഈ ലെങ്ത്, 2 to B ഈ ലെങ്ത്, 3 to C ഈ ലെങ്ത്, 4 to D ഈ ലെങ്ത്, 5 to E, 6 to F, G to 6 dash, H to 5 dash, I to 4 dash, J to 3 dash, K to 2 dash, L to 1 dash. ഈ ഡിസ്റ്റൻസസ് ആണ്. ഈ ഡിസ്റ്റൻസസ് ഞാൻ കോമ്പസിൽ എടുക്കേണ്ടി വരും. ഇനി ക്യാം പ്രൊഫൈൽ വരക്കണം. ഇത് ക്യാം പ്രൊഫൈൽ, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. സോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റ്സ് മാർക്ക് ചെയ്ത് ആൽഫബറ്റ് എന്ന രീതിയിൽ നെയിം ചെയ്തത്. ഡിസ്പ്ലേസ്മെന്റ് ആയത് എനിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? ദീസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓരോ സെക്ഷന്റെ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ആണ് എനിക്ക് ആവശ്യം. ഇതൊന്ന് നോട്ട് ചെയ്തോ, വരച്ചു വെച്ചോ.